ദിയ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ഞാനൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കണ്ട് വഴിതെറ്റുന്നു. എന്നെ പറഞ്ഞോട്ടെ, ഞാൻ അതിനൊന്നും പറയുന്നില്ലല്ലോ ആരോടും. എന്നെ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിമിഷ ബിജോയ്ക്ക് ചെറിയൊരു പരാതിയുണ്ട്. ഈ ഒരു പരാതിയെ കുറിച്ച് ഞാൻ അറിയുന്നത് ജിനൂസ് 2.0 എന്ന് പറയുന്ന ചാനലിലൂടെയാണ്. നിമിഷയുടെ പരാതി ഇതാണ്: ദയാസുജിത്തിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ദയാസുജിത്ത് അപ്ലോഡ് ചെയ്ത ടൈപ്പ് ഒരു ചിത്രം താൻ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്കിലോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് ഈ ചിത്രങ്ങൾ കണ്ടിട്ട് ആളുകൾ വഴിതെറ്റുന്നു എന്നുള്ള കമന്റുകളാണ് വരുന്നത്. അതുകൂടാതെ തന്നെ വേ എന്നും അതേപോലെ തന്നെ കത്തിച്ചാൽ പൊട്ടുന്ന ഐറ്റമായിട്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ടാണ് ആളുകൾ കമന്റ് ഇടുന്നത്. ഇതിനെതിരെ കേരളത്തിന്റെ പൊതുസമൂഹം പ്രതികരിക്കുന്നില്ല. ഈ പറയുന്ന ദയയ്ക്ക് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുണ്ട്. അത്രത്തോളം സാമ്പത്തിക ശേഷി തനിക്കില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം നിമിഷ ബിജോയെ ചേർത്ത് നിർത്താത്തത് എന്നാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു ഷെഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബർ ദയാസുജിത്ത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ 2023 മെയ് 30 അപ്ലോഡ് ചെയ്ത ഒരു ചിത്രം എടുത്തുകൊണ്ട് വന്നിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തത്. അതിനെ റിയാക്ഷൻ വീഡിയോ എന്നല്ല പറയേണ്ടത്, പച്ച അപരാധം എന്നാണ്. കാരണം മകളാവാൻ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്ന് വരാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ പറയുന്ന ഷെഫീന ബീബി നടത്തിയത്. അതുകൊണ്ട് തന്നെ ഷെഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബറെ നമ്മുടെ പൊതുസമൂഹം വലിച്ചു കീറി ഒട്ടിച്ചു. ഇപ്പോൾ ശൂന്യാകാശത്താണ് ഈ പറയുന്ന ഷെഫീന ബീബി. ഈ ഒരു വിഷയത്തിലാണ് നമ്മുടെ നിമിഷ ബിജോയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. രണ്ടിനെ കുറിച്ചും എനിക്ക് സംസാരിക്കാനുണ്ട്. എന്നെ പറഞ്ഞോട്ടെ, ഞാൻ അതിനൊന്നും പറയുന്നില്ലല്ലോ ആരോടും. എന്നെ നിങ്ങൾ വെടിയെന്നോ പടക്കമെന്നോ മുതുക്കിന്നോ അമ്മായിന്നോ ആലവരാതിന്നോ അവരാതിന്നോ എന്ത് വല്ലതും പിടിച്ചോ. എന്റെ കുഞ്ഞുങ്ങളെ എന്തിനു പറയണം? സുനിലിന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ സുനിലിന് പിടിക്കുവോ? എന്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ മക്കൾക്കെതിരെയുള്ള ഒരു മോശം ഒരു മെനകെട്ട സംസാരം എന്റെ ഫോണിൽ വരാൻ പാടില്ല. അത്രേ ഉള്ളൂ. എന്നെ നിങ്ങൾ എന്ത് അപരാധിത്തരം വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേൾക്കാൻ റെഡിയാണ്. സാറുമാരെ ആ ഓപ്ഷൻ എടുക്കാനുള്ള ഈ കമന്റിന് ഓപ്ഷൻ എടുക്കാനുള്ള ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അത് വേണ്ടാന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ എൻ്റെ പേരിൽ. കാരണം എന്നെ അവർ പറഞ്ഞോട്ടെ. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ ഏതറ്റം വരെ ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ പോയിരിക്കും, 100%. അതാരാണെങ്കിലും ചെറിയൊരു കമന്റ് ആണെങ്കിലും ഞാനത് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് ഇവിടുന്ന് നേരെ പൊക്കോളും. എനിക്ക് ഇനി സ്റ്റേഷനിൽ പോലും പോകേണ്ട ആവശ്യമില്ല. സാറിന്റെ ഫോണിന്റെ പേഴ്സണൽ നമ്പർ അടക്കം. സോ ഇതാണ് ഒന്നാമത്തെ ആരോപണം. അതായത് ഇവരുടെ കുട്ടികളെ അധിക്ഷേപിക്കുന്നു എന്നാണ് നിമിഷയുടെ ഒന്നാമത്തെ പരാതി. ഈ ഒരു പരാതിയിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. നിമിഷ ബിജോ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ അവതരിപ്പിക്കുന്നുള്ളൂ. അല്ലാതെ അവരുടെ മക്കള് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരത്തിലുള്ള കാണിച്ചു കൂട്ടലുകൾ ഒന്നും തന്നെ പണത്തിന് വേണ്ടിയിട്ട് നടത്തുന്നില്ല. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ആ കുട്ടികളെ വെറുതെ ചീത്ത വിളിക്കുന്നത്? ഇവരോട് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ ചീത്ത വിളിക്കുക. ഇവർക്ക് അത് പ്രശ്നമല്ലെന്ന് ഇവർ പറയുന്നുണ്ട്. കാരണം ഇത് ഇവരുടെ പ്രൊഫഷനാണ്. ഇങ്ങനെയൊക്കെ കാണിച്ച് പണം സമ്പാദിക്കുക എന്നതാണ് ഇവരുടെ പ്രൊഫഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ എത്ര ചീത്ത വിളിച്ചാലും അവർ നിർത്താൻ പോകുന്നില്ല. പക്ഷേ എന്തിനാണ് ഇവരുടെ മക്കളെ ചീത്ത വിളിക്കുന്നത്? അത് വെറും തോന്നിയവാസമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അച്ഛനമ്മമാർ എന്ത് തോന്നിയവാസം കാണിച്ചാലും ഉടനെ മക്കളെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് ശുദ്ധ പോക്കൃത്തരമാണ്, തന്തയിലായ്മയാണ്. അച്ഛനെ അമ്മേനെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റില്ല, അതിന് പകരം മക്കളെ അങ്ങ് അറ്റാക്ക് ചെയ്യുക നല്ല സംസ്കാരമാണ്. അത് നമ്മുടെ വീട്ടിലിരിക്കുന്നവർ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാത്തതിന്റെ കുഴപ്പമാണ്. അപ്പൊ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കാണാം. അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ ഇതിനൊപ്പം ചേർക്കുന്നുണ്ട്. അന്നൊരു ചെറിയ ചോദ്യം നിമിഷ ബിജോയോട് ചോദിക്കാനുണ്ട്. ദിയ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ഞാനൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കണ്ട് വഴിതെറ്റുന്നു, അല്ലെങ്കിൽ അത് മോശമാണ്, അവിടെ കാണുന്നു ഇവിടെ കാണുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെന്താണ് അങ്ങനെ രണ്ടുപേരെ രണ്ട് രീതിക്ക് തരംതിരിക്കുന്നത്? ഇപ്പം ഞാൻ സാധാരണക്കാരായതുകൊണ്ടായിരിക്കും, അവരൊക്കെ വലിയ ആളുകളാണോ അല്ലേ, അതുകൊണ്ടായിരിക്കും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും. നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് അത് പ്രൊഫഷനാണ്, അവരുടെ മോഡലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷൻ എനിക്ക് നോക്കണ്ടേ? ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രൊഫഷൻ. നിങ്ങളുടെ പ്രൊഫഷനാണ്, സമ്മതിച്ചു. പക്ഷേ അത് അപ്ലോഡ് ചെയ്യാണ്ട് വേറെ സൈറ്റുകളുണ്ട്, അവിടെയാണ് ഇത് കൊണ്ടുവരുന്നത്, ഇവിടെയല്ല. ഈ ദയാസുജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഷെഫീന ബീബി എന്ന് പറയുന്ന സ്ത്രീ നടത്തിയ തീർത്തും അശ്ലീലപരമായിട്ടുള്ള പരാമർശം, ആ ഒറ്റ പരാമർശം കൊണ്ടാണ് ഈ ഒരു ഫോട്ടോഷൂട്ടിനോട് എതിർപ്പുണ്ടെങ്കിൽ പോലും പല ആളുകൾ
ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. പിന്നെ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞു നിങ്ങളുടെ വീഡിയോസും ഫോട്ടോസും കണ്ട് ആളുകൾ വഴിതെറ്റുന്നു എന്നാണ് കമന്റുകൾ വരുന്നത്. സത്യം പറഞ്ഞ ആ ഒരു കമന്റിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. നിങ്ങളുടെ ഫോട്ടോസും വീഡിയോ കണ്ടിട്ട് ആരും വഴി തെറ്റുകയല്ല ചെയ്യുന്നത്, പകരം വഴി പിഴച്ചു പോവുകയാണ്. വഴി തെറ്റിപ്പോകുന്നവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, പക്ഷെ പിഴച്ചു പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അത്രത്തോളം കാണിച്ചു കൂടുതലുകൾ ചേച്ചി കാണിക്കുന്നുണ്ട്. ഇനി മറന്നുപോയെങ്കിൽ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ വല്ല സാധനം ദയാസുജിത്ത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇമാതിരിയുള്ള തോന്നിവാസങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ആരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു തരണം. നിങ്ങൾ എന്തിന്റെ മെറിറ്റിലാണ് ഈ പൊതുസമൂഹം സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. പക്ഷെ നിങ്ങളോട് എനിക്ക് ഒരു റെസ്പെക്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുമ്പോഴും നിങ്ങളെ കൊണ്ടാവാവുന്ന സഹായം ഈ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കാര്യത്തിൽ എനിക്ക് ഇവരോട് നല്ല റെസ്പെക്ട് ഉണ്ട് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾ ചാരിറ്റി ചെയ്യാറുണ്ട്. ഈ ചാരിറ്റി വാങ്ങുന്നവന്റെ അവസ്ഥ അത്രത്തോളം പരിതാപകരമായിരിക്കും. അവന്റെ ആ ഒരു ദുരവസ്ഥയെ മുതലെടുത്തുകൊണ്ട് 1 കിലോ അരി കൊടുത്താൽ പോലും അത് വീഡിയോ എടുത്ത് കുറച്ച് സെന്റിമെന്റൽ മ്യൂസിക് ഒക്കെ ചേർത്തുകൊണ്ട് അവരുടെ ഫേസ് പോലും ബ്ലർ ചെയ്യാതെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന കുറേയധികം ബിരുദന്മാരുണ്ട്. പക്ഷെ ആ ഒരു ഗണത്തിൽ നിങ്ങൾ എന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ആ ഒരു കാര്യത്തിൽ റെസ്പെക്ട് ഉണ്ട്. ഹാപ്പി ആണ് കേട്ടാ. രണ്ടെണ്ണം എക്സ്ട്രാ പറഞ്ഞു. സോ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളോട് റെസ്പെക്ട് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മറ്റ് ചെയ്തൊരു നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്ന മറ്റ് പല തോന്നിയവാസങ്ങളോടും എനിക്ക് യോജിപ്പില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോക്കകത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ മിസ്മാച്ച് വരാൻ ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു വീഡിയോക്കകത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ട് ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സ് ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന് ഷൂട്ട് ചെയ്യാൻ വേണം, നടുവേദന എടുക്കും. അതുകൊണ്ടാണ്.